നമസ്കാരം. കേറ്ററ്റിൻ്റെ 13ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. 13 ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 10 ചോദ്യങ്ങൾ മാത്തമാറ്റിക്സായിട്ട് ബന്ധമുള്ള ചോദ്യങ്ങളും ഡയറക്റ്റ് പ്യുവർ മാത്തമാറ്റിക്സും, ബാക്കിയുള്ളതെല്ലാം മാത്തമാറ്റിക്കൽ പെഡഗോജിയുമായിട്ട് ബന്ധമുള്ളതുമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രാക്ടീസിങ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. എന്നാൽ മാത്തമാറ്റിക്കൽ പാർട്ട് മാത്രമേ ഇവിടെ വിശദീകരിക്കുന്നുള്ളൂ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എ കൈറ്റ് ഈസ് മെയ്ഡ് ബൈ ജോയിനിങ് 2 isosceles triangles as in the figure. വാട്ട് ഈസ് എക്സ്? കൃത്യമാണത്. ഇവിടെ രണ്ട് സൈഡുകൾ ഈക്വലായിട്ട് 3 പാർട്ട് ലൈൻസ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഈ 2 സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിൾ എക്സ് ആണ്. ഇത് 2 ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിളും എക്സ് ആണ്. അപ്പോൾ 1 2 3 4 5x is equal to 360 ഡിഗ്രി, എക്സ് ഇസ് ഈക്വൽ ടു 72 ഡിഗ്രി എന്ന് കൃത്യമായി കിട്ടും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹൗ മെനി 2 digit സ്ക്വയേഴ്സ്, അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉദ്ദേശിക്കുന്നതാണ്. ഹൗ മെനി 2 digit പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഹാവ് ദ പ്രോപ്പർട്ടി ദാറ്റ് product of the digits is also a square, a perfect square. How many 2 digit perfect squares have the property that the product of the digits is also a perfect square, അല്ലെങ്കിൽ a square number? അത് ഉത്തരം 1 ആണ്. കാരണം 49 എന്ന് പറയുന്ന പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിജിറ്റ്സിൻ്റെ പ്രോഡക്റ്റ് 4 × 9 36 ആണ്. ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ തന്നെ. വേറെ ഒരു കേസിലും അത് ശരിയാകുന്നില്ല. 16 ആയാലും 25 ആയാലും 36 ആയാലും 64 ആയാലും 81 ആയാലും നമുക്ക് അത് പ്രോഡക്റ്റ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നില്ല. അതുകൊണ്ട് 1 ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ 2 squares, outer has perimeter 28 and inner has perimeter 20. A fine dot is placed into the figure. What is the probability of falling the dot in the shade? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഈ ഔട്ടർ സ്ക്വയറിൻ്റെ സൈഡ് 28/4, that is equal to 7. ഔട്ടർ സ്ക്വയറിൻ്റെ സൈഡ് 7 ആണ്. ഇന്നർ സ്ക്വയറിൻ്റെ സൈഡ് 20/4, that is equal to 5. അപ്പോൾ ഔട്ടർ സ്ക്വയറിൻ്റെയും ഇന്നർ സ്ക്വയറിൻ്റെയും സൈഡ് കിട്ടി. അവയുടെ ഏരിയകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 7² - 7² - 5², that is equal to 24 എന്ന് കിട്ടും. ഇപ്പോൾ 2 സ്ക്വയറുകളുടെ ഈ ഏരിയകളുടെ ഡിഫറൻസ് 24 ആണെങ്കിൽ ആ 24 ആണ് ഉള്ളിൽ കാണുന്ന ചെറിയ സ്ക്വയറിൻ്റെ പുറത്ത് കാണുന്ന 3-4 റൈറ്റ് ട്രയാങ്കിളുകളുടെ ഏരിയ 24 ആണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ, ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ 24/6, 24/4, that is equal to 6. Okay. What is the probability of falling the dot in the shaded part? Is a 6/49 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. 6/49 പ്രോബബിലിറ്റിയുടെ ചോദ്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ the integer n satisfies the inequality 3/10 less than n/20 less than 2/5. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ, ഓരോ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്ററിൻ്റെ ഈക്വാലിറ്റി എടുത്തു കഴിഞ്ഞാൽ, ഈക്വലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം.
6/20 less than n/20, that is less than 8/20, that is 6 is less than n is less than 8, therefore n is equal to 7. ഒറ്റ ഇൻറ്റിജറേ ഉള്ളൂ, 7 is the integer. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, which of the following cannot be written as the difference of two perfect squares? 5 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്. ഈ ഓഡ് നമ്പറിനെ അടുത്തടുത്തുള്ള രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ n+1 all squared minus n square is equal to 2n+1. This is an odd. അപ്പോൾ എല്ലാ ഓഡ് നമ്പറിനെയും അടുത്തുള്ള രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. അപ്പോൾ 5ഉം 7ഉം അങ്ങനെ ഒഴിവാക്കാം. 8ൻ്റെ കേസിൽ 8 is equal to 3 square minus 1 square എന്ന് നമുക്കറിയാം. ഇവിടെ 10 എന്ന നമ്പർ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണ്? കാരണം ഇവിടെ ഓരോ കോർണറും സെൻറ്ററായിട്ട് സർക്കിൾ വരച്ചിരിക്കുന്നു. ആ സർക്കിളിൻ്റെ റേഡിയസ് 1 ആണ്. ഇവിടെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് 3, 4, 6 ആണ്. യാതൊരു കാര്യവും അവിടെ ഇല്ല 3, 4, 6 എന്ന് ഈ പടത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം ആ സൈഡിൻ്റെ ലെങ്ത് ഇവിടെ വിഷയം ആവുന്നില്ലല്ലോ. കാരണം ഇത് 1 ആണ്, ഇത് 1 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഇതും കൂടി ചേർന്ന് 2 ആവുള്ളൂ. അപ്പോൾ ഈ സൈഡ് 2-നേക്കാൾ വലിയൊരു നമ്പർ ആയാൽ മതി. അപ്പോൾ 6 തന്നെ ആകണമെന്നില്ല. ആ ഫിഗർ അവിടെ കൺസ്ട്രക്റ്റബിൾ ആകണം, അത്രയേ ഉള്ളൂ. ഇവിടെ അതുപോലെ തന്നെ 4 ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അതുകൊണ്ട് 2 കഴിഞ്ഞ് ബാക്കിയുള്ള ലെങ്ത് ഇവിടെ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 1, 1, ബാക്കി ലെങ്ത് 1 ആണ്. അപ്പോൾ ഇങ്ങനൊരു ഫിഗർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 3 സർക്കിളുകളുടെയും ഏരിയകൾ 3πr², ദാറ്റ് ഈസ് 3π. 3 സർക്കിളുകളുടെയും ഏരിയകൾ 3π ആണ്. ഇനി ട്രയാങ്കിളിന് ഉള്ളിലുള്ള ഈ 3 അൺഷെയ്ഡഡ് പാർട്ട് ഉണ്ടല്ലോ, അത് 3ഉം കൂടി ചേർത്ത് വെച്ചാൽ ഒരു സെമി സർക്കിൾ കിട്ടുമല്ല. കാരണം ആംഗിൾ സം 180 ആണ്. ഈ 3 അൺഷെയ്ഡഡ് പാർട്ട് ചേർത്ത് വെച്ചാൽ സെമി സർക്കിൾ ആവുന്നു. ആ സെമി സർക്കിളിൻ്റെ റേഡിയസ് 1 തന്നെയാണ്. ഏരിയ π/2 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട്? 3π മൈനസ് π/2 എന്ന് പറയുന്ന 5π/2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 5π/2 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഈ ചോദ്യപേപ്പറിൽ കുറച്ച് ആലോചിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. ഇത് മാത്രമാണ് കുറച്ച് നമ്മളൊന്ന് ഡീപ്പായിട്ടൊന്ന് ചിന്തിക്കേണ്ട ചോദ്യം. ഈ കാണുന്ന പെൻറ്റഗൺ, അതിൻ്റെ എല്ലാ ആംഗിൾസും 120 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഇതിനുള്ളിൽ കാണുന്ന എല്ലാ ആംഗിൾസും 120 ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഔട്ടർ ആംഗിൾസും 60 ആണ്. അകത്തുള്ള ആംഗിൾസൊക്കെ 120 ആണ്, ഇതുകൊണ്ട് പുറത്തുള്ള ആംഗിൾസൊക്കെ 60 ആണ്. ഓക്കെ, ഇതിൻ്റെ ചില സൈഡുകളുടെ ലെങ്ത്ത് സൈഡ്സ് ആർ മാർക്ക്ഡ് ആസ് 1, 2, 3, 4 and 8. What is the area of the hexagon? What is the area of the hexagon? 1, 2, 3, 4, 5, 6 ഹെക്സഗൺ ആണ്. ഓക്കെ, അതിൻ്റെ ഏരിയ കാണണം. ഇതിന് കുറച്ചൊരു ലോജിക്ക് ആവശ്യമാണ്. ഇവിടെ നമ്മൾ ഈ സൈഡ് പതുക്കെ ഇങ്ങോട്ട് നീട്ടിയാൽ, ഇതിങ്ങോട്ട് നീട്ടിയാൽ, ഈ സൈഡ് ഇങ്ങോട്ട് നീട്ടിയാൽ, ഇങ്ങനെ നീട്ടിയാൽ നമുക്ക് ഈ കോർണറിൽ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. ഈ കോർണറിൽ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. ഇത് ഇങ്ങനെ നീട്ടിയാൽ ഇവിടെയും ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു ഇക്വലാറ്റർ ട്രയാങ്കിളായി. അതിൻ്റെ സൈഡ് എത്രയായിരിക്കും? 1 + 8 + 2, അതായത് ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള ലെങ്ത്ത് 1 + 8 + 2, ദാറ്റ് ഈസ് 11 ആണ്. ഈ വലിയ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് 11 ആണെങ്കിൽ
അതിൻ്റെ ഏരിയ √3/4 ഇൻറ്റു 11 സ്ക്വയർ, ദാറ്റ് ഈസ് 121 √3/4. അപ്പോൾ വലിയ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ 121/4 √3 എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി കോർണറിലുള്ള 3 ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയകൾ കുറച്ച് കളയണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ താഴെയുള്ള ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഇവിടെ കാണുന്ന ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഏരിയ കാണാനായിട്ട്. ദാറ്റ് ഈസ് √3/4 ഇൻറ്റു 1 സ്ക്വയർ, ദാറ്റ് ഈസ് √3/4. ഇതിൻ്റെ ഏരിയ √3 ഇൻറ്റു 2 സ്ക്വയർ/4, ദാറ്റ് ഈസ് √3. മുകളിലുള്ള ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ അതിൻ്റെ സൈഡ് അറിയണം. അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ഇവിടത്തോളം 11 ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടത്തോളം ഈ വരക്കുന്ന ഈ സൈഡും 11 11-ൽ നിന്ന് 4 + 1 5 കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇത് 6 ആണ്. അത് തന്നെയാണ് ഈ 3 വശത്തുള്ള 6. അപ്പോൾ അതിൻ്റെ ഏരിയ √3/4, മുകളിലുള്ളതിൻ്റെ ഏരിയ √3/4 ഇൻറ്റു 6 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9√3 എന്ന് വരുന്നു. 9√3 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് വലുതിൻ്റെ ഏരിയ കിട്ടി, ഒരു കോർണറിലുള്ള ചെറുതിൻ്റെ ഏരിയ കിട്ടി, ഇത് കിട്ടി. അപ്പോൾ ഈ 3 എണ്ണവും കൂടി കൂട്ടിയിട്ട് ആ വലുതിൻ്റെ ഏരിയയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും. അത് കൃത്യമായി 20√3 തന്നെ ആയിരിക്കും. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കുറച്ചൊന്ന് ആലോചിക്കേണ്ട ഒരു ചോദ്യം ഇത് മാത്രമാണ് ഇതിനകത്ത്. അടുത്ത 3 ചോദ്യങ്ങൾ മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെയിൻ എയിം ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഇൻ ടീച്ചിങ് മാത്തമാറ്റിക്സ്. ദ മെയിൻ എയിം ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഇൻ ടീച്ചിങ് മാത്തമാറ്റിക്സ്, അത് ആദ്യത്തേതാണ് അതിൻ്റെ ആൻസർ. സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആൻസറാണ് അത് വരുന്നത്. ടീച്ചിങ് സ്ട്രാറ്റജി ഈസ് സിമിലർ വിത്ത് ടീച്ചിങ് മെത്തേഡ്. ഓക്കെ. അടുത്തത് മാത്തമാറ്റിക്സ് ഈസ് എ വേ ടു സെറ്റിൽ in the mind the habit of reasoning has been said by John Locke എന്ന എഡ്യൂക്കേഷനിസ്റ്റാണ് ആ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇനിയുള്ളത് 3 എന്താണ് മെത്തഡോളജി അല്ല മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ കാണുന്ന എക്സ്പ്രഷൻ ഇത് 3 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ മുകളിൽ തന്നിരിക്കുന്ന 3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്ന എത്ര? ഇവിടെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ പ്ലസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ √49 - x² മൈനസ് √25 - x², മുകളിലും താഴെയും ഇപ്പോൾ √49 - x² പ്ലസ് √25 - x² ഡിവൈഡഡ് ബൈ ഇതുകൊണ്ട് തന്നെ √49 - x² പ്ലസ് √25 - x². മുകളിലും താഴത്തും നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ളത് എന്തായി മാറും? മുകളിലുള്ളത് 49 - x² മൈനസ് 25 + x² എന്നാവും. 14a - b × a + b എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ച് മുകളിൽ അത് സിംപ്ലിഫൈഡ് ഫോം ഇങ്ങനെയാവുന്നു. മുകളിൽ കാണുന്ന എക്സ്പ്രഷൻ്റെ സിംപ്ലിഫൈഡ് ഫോം 49 - x² മൈനസ് 25 + x², താഴെ വരുന്നത് √49 - x² പ്ലസ് √49 + x² എന്നാവും. 25 - x² എന്നാവും. 25 - x² എന്നാവും. 25 - x² എന്നാവും. ഇതുപോലെ. ഓക്കെ, ഇവിടെ ഒന്ന് വ്യക്തമായിട്ട് എഴുതാം. √49 - x² പ്ലസ് √25 - x² എന്നാവും. അപ്പോൾ ഇവിടെ വരുന്നത് 3 ആണ്.
ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവിടെ 24 എന്നായി. Therefore 1/√49 minus x squared plus √25 minus x squared is equal to 3/24, that is 1/8. Therefore this will be 8. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ this will be 8. നമുക്ക് 8 എന്നുള്ള ആൻസറിലേക്ക് എത്തുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാൽ 12ാമത്തെ ചോദ്യം. എ ക്യൂബ് ഓഫ് സൈഡ് 6 ഈസ് കാർവ്ഡ് ഫ്രം എ സ്പിയർ. കണ്ടോ, ഒരു സ്പിയറിൽ നിന്നൊരു ക്യൂബ്, ലാർജസ്റ്റ് സ്പിയർ ആണ്, ലാർജസ്റ്റ് ക്യൂബാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ദ ലാർജസ്റ്റ് സ്പിയർ ദാറ്റ് എ ക്യൂബ് ഓഫ് സൈഡ് 6 centimeter is carved from a spear. This is the largest spear alla cube. This is the largest cube that can be carved from the spear. Okay. അങ്ങനെയാണെങ്കിൽ ആ സ്പിയറിൻ്റെ വോളിയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്പിയറിൻ്റെ ഡയമീറ്റർ 6√3 ആണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 6√3 എന്ന് കിട്ടും. ഓക്കെ, വോളിയം ഓഫ് ദ, അപ്പോൾ ആ സ്പിയറിൻ്റെ റേഡിയസ് 6√3 എന്നാവും. ഓക്കെ, സ്പിയറിൻ്റെ ഡയമീറ്റർ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ടത് കിട്ടും. അത് അപ്പം ഇവിടെ ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ലാർജസ്റ്റ് സ്പിയർ ആണ്, കാർവ്ഡ് ഫ്രം ഇറ്റ്. അപ്പം ഇവിടെ കിട്ടുന്നത് 108√3, 4/3 πr ക്യൂബ്ഡ്. ഇപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 3√3 ആണ്. 4/3 πr ക്യൂബ്ഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് എത്തും. അടുത്ത ചോദ്യം 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു നേരിട്ടുള്ളൊരു ചോദ്യമാണ്. ആ കോൺസെപ്റ്റ് അവിടെയാണ്. പാരലോഗ്രമിൻ്റെ ഏരിയ 40 ആണ്. PQRS എന്ന പാരലോഗ്രമിൻ്റെ ഏരിയ 40 ആണ്. ഇവിടെ അപ്പോൾ ഇതേ കണ്ടോ, ഇങ്ങനെ ഒരു പാർട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ പോയിൻ്റ് രണ്ടും സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഈ നീളവും ഈക്വലാണ്, ഇതും ഈക്വലാണ്. ആ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ ആണ് വേണ്ടത്. നമുക്കറിയാം ഈ PRS എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 20 ആയിരിക്കും. അത് ഉറപ്പാണത്. ആ പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ പകുതി. PRSൻ്റെ ഏരിയ 20 ആണ്. പിന്നെ PRSൽ മാത്രം നോക്കിയാൽ അതിൽ 2 ട്രയാങ്കിൾസ് കാണാൻ പറ്റും. ഒരു PSR എന്ന ട്രയാങ്കിൾ PSR ആൻഡ് ട്രയാങ്കിൾ TSV. TSVയുടെ സൈഡിൻ്റെ ഡബിളാണ്, 2 ടൈംസ് ആണ് PS എന്ന നീളത്തിൻ്റെ പകുതിയാണ് ഈ പറയുന്ന TS. അപ്പോൾ ഏരിയ ആകുമ്പോഴേക്കും അതിൻ്റെ ആ സ്ക്വയർ ആണല്ലോ വരുന്നത്. ഈ 2 ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിളാണ്. Therefore sides opposite to the opposite angles, കണ്ടോ, ഏരിയ ഓഫ് two similar triangles is proportional to സ്ക്വയർ ഓഫ് ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വലിയ ട്രയാങ്കിളിൻ്റെ PSRൻ്റെ ഏരിയ 20 ആണ്. ആ 20യിൽ നിന്ന് ഇതിൻ്റെ ഏരിയ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്ത് കളയണം. ഓക്കെ, ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഇതിൻ്റെ ഏരിയയുടെ 4/1 ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ ഭാഗത്തിൻ്റെ ഏരിയ. കാരണം സ്ക്വയർ ഓഫ് സൈഡ്, പകുതിയാണ് സൈഡ്. അപ്പോൾ അത് 4/1 എന്ന് പറഞ്ഞാൽ 5 കുറയുന്നു. അപ്പോൾ 20 - 5 ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ 15 ആവും. അതൊന്ന് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇൻ ദ കേസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് their area changes in the same scale as the square of the sides opposite to equal angles എന്ന കൺസെപ്റ്റുമായിട്ട് ചേർത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നന്ദി.